ഹായ്, ഇക്കിഗായി വെൽനസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കഥ പറയാൻ പോവാണ്. എൻ്റെ ഒരു ക്ലയന്റ് ഭയങ്കര സങ്കടത്തോടു കൂടി വന്ന് എന്നോട് പറഞ്ഞു, കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ടോയ്ലറ്റ് പോയിട്ടില്ല, മോഷൻ പോകുന്നില്ല, വയറൊക്കെ ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ്, വയറ് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, എന്താ പ്രശ്നമൊന്നും അറിയില്ല ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വെറുതെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫാമിലി കാര്യങ്ങളൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് അവരുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞത്. ഭയങ്കര ടെൻഷനാണ്, വീട്ടിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, മക്കളുടെ പഠന കാര്യത്തിലൊന്നും റെഡി ആവുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് അവരുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ഹോർമോൺ ചേഞ്ച് നടന്നിട്ടുണ്ട്. നമുക്ക് ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും, എല്ലാത്തിനോടും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിനിപ്പോൾ ഫാമിലി ലൈഫിലായാലും അതല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളിലായാലും ഒക്കെ. എന്നാൽ ഡോപ്പമിൻ ഹോർമോണിൻ്റെ കുറവുണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ദേഷ്യം, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ദഹനത്തിനെയും നന്നായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയും. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗറിൻ്റെ വേരിയേഷൻ ലെവൽ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഷുഗർ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു കഴിവിനെ ഒന്നവിടെ മന്ദഗതിയിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷനെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ടോട്ടലി വീക്കാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ഇതിനെ എങ്ങനെ നമ്മൾ മറികടക്കണം, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എൻ്റെ മെൻറ്റർ മിസ്റ്റർ പ്രേംലാൽ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാറ് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മുടെ ശരീരത്തിലെ ഈ ഡോപ്പമിൻ ഹോർമോൺ ഡൗൺ ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെറിയ ഒരു മൂവ്മെൻറ്റ്സിൽ, ചെറിയൊരു മാറ്റത്തിൽ, ഒരു ആക്ടിവിറ്റിയിൽ തന്നെ നമുക്കത് റീകളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസിൽസിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് ഫേസിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, ഇതെല്ലാം ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫേസ് ഉണ്ടാവുക, നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടാവും, നമ്മുടെ കവിൾ ഇവിടെ തുടുത്തിട്ടുണ്ടാവും, ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടാവും, ഈ രീതിയിലൊക്കെ ഉണ്ടാവും. എന്നാൽ സാഡ്നെസ് വരുമ്പോഴോ ഭയങ്കര വിഷമം, ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കവിളൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ടാവും, സങ്കടമായിരിക്കും, കണ്ണുനീരുണ്ടാവും, ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഹോർമോൺ ചേഞ്ചിന് നമുക്ക് കുറേ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് സിമ്പിളായിട്ട് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നന്നായിട്ട് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡിപ്രഷനുള്ള ഒരാൾ, മൂഡ് സ്വിങ്സ് ഉള്ള ഒരാൾ, അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും ഇതുപോലെ ഈ വലിപ്പത്തിലുള്ള ഒരു വടി വെട്ടിവെക്കുക. ചെറിയൊരു വടി, ഈ കനം മതി കേട്ടോ. ഒരു ചെറിയ കമ്പ്, അതിപ്പോൾ തുളസിയുടേതാവാം, മാവിൻ്റെതാവാം, നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പ് വെട്ടിവെക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, വടിയൊന്നും കയ്യിലില്ലെങ്കിൽ ഒരു പെന്ന് യൂസ് ചെയ്താലും മതി. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചു പിടിക്കാം. ഈ കടിച്ചു പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കരുത് കേട്ടോ. ഇങ്ങനെ ചുണ്ട് പൂട്ടി കടിച്ചു പിടിക്കാൻ പാടില്ല. അത് കടിച്ചു പിടിക്കുമ്പോൾ ചുണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ വികസിച്ചിരിക്കുക, ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടരുത്. ആ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ ഇൻക്രീസ് ആവും. നമുക്കുണ്ടായിരുന്ന ആ ടെൻഷനൊക്കെ നമുക്ക് കുറേ റിലീസാക്കി കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്നോട് ഇങ്ങനെ ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആക്റ്റീവായിരുന്നു, അപ്പോൾ നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അസ്മാ, എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ സാറിൻ്റെ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, സമയമായിട്ടില്ല, സാറിൻ്റെ അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നു, അസ്മ, എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അസ്മ എനിക്കിങ്ങനെ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്തു. അതായത് അന്നത്തെ ദിവസം ചേച്ചി പറയുക, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് പോകുമായിരുന്നു, പക്ഷേ ഈ ഒരു ടെക്നിക്ക് ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ ടെൻഷനെല്ലാം പെട്ടെന്ന് തന്നെ റിലീസായി, എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ
എല്ലാം പറ്റിയെന്ന് പറഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു ദിവസം ടോട്ടലി അവർക്ക് പോകും. അവർക്ക് ഒരു ദിവസം നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്കും ഹസ്ബൻഡിനും ഫാമിലിയിൽ എല്ലാവർക്കും അന്നത്തെ ദിവസം ഒരു പരാജയമായി പോകും. അപ്പോൾ അതെല്ലാം റീകളക്ട് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റിയത് ഈ ഒരു വടി, ചിരിവടി കൊണ്ടാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ടെൻഷൻ ഉണ്ട് എങ്കിൽ, അതേപോലെ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും. നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവണം. പക്ഷെ മനുഷ്യരാണ് പല സമയത്തും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ആ ഉണ്ടാവുന്ന ടെൻഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. കുറച്ച് സമയം ആരും കാണാണ്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഇതുപോലെ ഒരു പേന അങ്ങോട്ട് കടിച്ചു പിടിക്കുക. അപ്പോൾ ആ ടെൻഷനൊക്കെ നമുക്ക് കുറയും. ഇനി കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫാമിലിയിൽ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വഴക്കിട്ടിട്ടൊക്കെ പോകുന്നുണ്ടാവും. അപ്പം നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ കയറുന്ന സമയത്ത് ഒരു വടിയെടുക്കുക, ഇങ്ങനെ കടിച്ചു പിടിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഒരു ടെൻഷനൊക്കെ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. എന്നൊരു കാര്യം പറയാം, നമ്മുടെ പ്രേംലാൽ സാറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല. എനിക്ക് ഒരുപാട് ചേഞ്ച് തന്നിട്ടുള്ള ഒരു സെഷനാണത്. എല്ലാ ദിവസവും രാവിലെ 5:05 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മണിക്കൂർ ഉണ്ടാവും. അടിപൊളി സെഷൻ കേട്ടോ. അപ്പോൾ ഇനി ഒരു സെഷൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ നിങ്ങളോടൊക്കെ പറയുന്നതാണ്. പറ്റുന്നവരെല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സെഷനാണ്. ഓക്കെ, താങ്ക് യു.